സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് തമിഴ്നാട് സർക്കാർ. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന ആവശ്യമോ എന്നതടക്കം പരിഗണനാ വിഷയങ്ങളാണ്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ്, ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രഖ്യാപനമാണ്. ഇപ്പോൾ എം കരുണാനിധി മുൻപ് നടത്തിയ ഒരു പ്രഖ്യാപനം, അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇത്? അനുജ, ഈ തമിഴ്നാടും കേന്ദ്രവും അല്ലെങ്കിൽ ഈ BJP ഇതര സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുന്നതിനിടയിൽ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം അങ്ങേയറ്റം വഷളായി നിൽക്കുന്ന അതിനിടയിലാണ് എം.കെ. സ്റ്റാലിൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന നിലയിൽ അദ്ദേഹം പുതിയൊരു പ്രഖ്യാപനം നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രഖ്യാപനമാണ്. അവിടേക്ക് ഒരു പുതിയ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഈ സംസ്ഥാന കേന്ദ്ര ബന്ധത്തെക്കുറിച്ച് പഠിക്കാനായി. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കവർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വേണമെന്നാണ് ഇപ്പോൾ സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ഈ സമിതി പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 2 വർഷത്തിനകം സമ്പൂർണ്ണ റിപ്പോർട്ട് നൽകണം എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻ IAS ഓഫീസറായ അശോക് വർദ്ധൻ ഷെട്ടി, ഒപ്പം തന്നെ പ്രൊഫസർ M നാഗനാഥൻ എന്നിവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. പ്രധാനമായും ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന വേണമോ വേണ്ടയോ എന്നുള്ള കാര്യമാകും പരിശോധിക്കുക. ഏതൊക്കെ തരത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ബന്ധം ഊഷ്മളമാക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാകും ഈ സമിതി പഠിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കണം എന്നുകൂടി സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 1969 പിതാവ് ഏത് വഴി പോയോ, ഈ കരുണാനിധി ഏത് വഴി പോയോ ആ വഴി തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിനും സഞ്ചരിക്കുന്നത്. പ്രധാനമായും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്റ്റാലിൻ്റെ പ്രഖ്യാപനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഡീലിമിറ്റേഷന് വേണ്ടിയിട്ട് അതിനെതിരായി വാദിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഒത്തുനിർത്തുന്ന ഒരു മുഖ്യമന്ത്രി, ഒത്തുചേർക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സ്റ്റാലിൻ ഒരു നാഷണൽ ഫിഗറായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് റഹീസ്, ഇതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്കും സർക്കാരിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കും. തീർച്ചയായും അത്തരത്തിലാണ്. പക്ഷേ DMK പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർക്ക് ഭരണ തുടർച്ച ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അതൊരു വലിയ തോതിൽ തന്നെ DMKക്ക് ഉണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സാഹചര്യം വച്ചിട്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ ഒരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. അതിനൊക്കെയും അപ്പുറം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുന്നിട്ട് നിൽക്കുന്ന നായകനായി കൂടി സ്റ്റാലിൻ മാറുകയാണ്. കാരണം ഇന്ന് ഈ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരുന്നത് തമിഴ്നാടോ DMKയോ മാത്രമൊന്നുമല്ല, മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കാത്തിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊരു സജീവ വിഷയമാക്കി കൊണ്ടുവരികയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാലിൻ ഒരു മാതൃക കാണിക്കുന്നു എന്ന് കൂടി പറഞ്ഞു. അതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലൊക്കെ സമഗ്ര പരിശോധനയിലേക്ക് കൂടി പോകുന്ന തരത്തിലേക്കാണ് സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ചത്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതി പ്രാഥമിക റിപ്പോർട്ട് ജാനുവരിയിൽ സമർപ്പിക്കും. 2 വർഷത്തിന് ശേഷമാകും സമ്പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുക. ഫെഡറൽ തത്വങ്ങളിൽ പുനഃപരിശോധന ആവശ്യമോ എന്നതുൾപ്പെടെ ഇതിൽ പരിഗണനാ വിഷയങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.